ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേമാണ് വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ denoted by Greek letter psi, known as psi. അതിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. സോ നമുക്ക് നോക്കാം എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ. ഈ വാട്ടർ പൊട്ടൻഷ്യലിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഞാൻ ആദ്യം പറയാം. ഇറ്റ് ഈസ് ദ കെമിക്കൽ ഓർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ എ ബയോളജിക്കൽ സിസ്റ്റം. വേറെ നല്ല ബ്രീഫ് ഡെഫിനിഷൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു കുഞ്ഞു ഡെഫിനിഷൻ പറഞ്ഞതാണ്. ഒരു സിസ്റ്റത്തിൽ കുറച്ച് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ that molecules possess some potential energy. അവർക്കൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ മോളിക്യൂൾസിന് കുറച്ച് എനർജി ഉണ്ട് ടു ഡു സം വർക്ക്. കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എനർജി അവർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എടുത്താൽ, ഇപ്പൊ ഞാനിവിടെ ഒരു സിസ്റ്റം എടുക്കുകയാണ്. ഹിയർ സം വാട്ടർ മോളിക്യൂൾസ്. ഈ വാട്ടർ മോളിക്യൂൾസിന് കുറച്ച് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. when they comes in movement, അവർ ചലിക്കുന്ന സമയത്ത് അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ മോളിക്യൂൾസിന് ഈ സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ട്. ഓരോ മോളിക്യൂൾസിന് ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ട്. ഈ സിസ്റ്റത്തിൽ ഇപ്പൊ ഞാൻ പ്യുവർ വാട്ടർ മാത്രമേ എടുത്തിട്ടുള്ളെങ്കിൽ ദാറ്റ് എനർജി വിൽ ബി ഹയർ. വളരെ മാക്സിമം ആയിരിക്കും ആ എനർജി എന്ന് പറയുന്നത്. ഇവിടെ പ്യുവർ വാട്ടർ മാത്രം ഉള്ളെങ്കിൽ മോളിക്യൂൾസിന്റെ എനർജി വളരെ കൂടുതലായിരിക്കും. സോ ആൻഡ് ദാറ്റ് മാക്സിമം വാല്യൂ, ഇപ്പം വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ എനർജി എന്ന് പറയുന്നതാണ് വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ മോളിക്യൂൾസിന്റെ പൊട്ടൻഷ്യൽ എനർജി അത് മാക്സിമം ആയിരിക്കും പ്യുവർ വാട്ടറിൽ. കാരണം അവിടെ വേറെ മോളിക്യൂൾസ് ഒന്നും ഇല്ല. അപ്പോൾ വാട്ടർ മോളിക്യൂൾസിന് ഒരു ഫ്രീ മൂവ്മെന്റ് ഉണ്ട്. അതാണ് രണ്ടാമതൊരു ഡെഫിനിഷൻ നമുക്ക് പറയാനുള്ളത്. ഇറ്റ് ഈസ് ദ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ദ ഫ്രീ എനർജി സ്റ്റാറ്റസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ആൻ അക്വസ് സിസ്റ്റം അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വെൻ കമ്പയർഡ് ടു വാട്ടർ മോളിക്യൂൾസ് ഇൻ പ്യുവർ വാട്ടർ. ഇതാണ് മറ്റൊരു ഡെഫിനിഷൻ. ഈ വാട്ടർ മോളിക്യൂൾസിന് പ്യുവർ വാട്ടറിലായിരിക്കുമ്പോൾ ഒരു ഫ്രീ മൂവ്മെന്റ് ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്തെങ്കിലും പാർട്ടിക്കിൾസ് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രീ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യപ്പെടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഈ വാട്ടർ മോളിക്യൂൾസിലേക്ക് NaCl ആഡ് ചെയ്യാം. NaCl ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് കൺസ്റ്റിറ്റ്യൂവൻസ് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ടർ മോളിക്യൂൾസിലെ പോസിറ്റീവ് നെഗറ്റീവ് കൺസ്റ്റിറ്റ്യൂവൻസുമായിട്ട് ലിങ്ക് ചെയ്ത് കുറച്ച് വാട്ടർ മോളിക്യൂൾസിനെ അങ്ങ് ബോണ്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുമായി ലിങ്ക് ചെയ്ത് അതങ്ങ് മാറി കഴിയുമ്പോഴത്തേക്ക് വാട്ടർ മോളിക്യൂൾസിന്റെ ഫ്രീ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഫ്രീ എനർജി കുറയുന്നു, അല്ലെങ്കിൽ അവരുടെ ഫ്രീ മൂവ്മെന്റ് തടസ്സപ്പെടുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ആ എനർജി അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യലില് കുറവ് സംഭവിക്കുന്നു. അപ്പൊ ഇത് പ്യുവർ വാട്ടറിലായിരിക്കും മാക്സിമം. പ്യുവർ വാട്ടറിൽ പോസസ് മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ. ഇൻ ദ കേസ് ഓഫ് സൊല്യൂഷൻ വാട്ടർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കുറവായിരിക്കും. സോ പ്യുവർ വാട്ടറിനാണ് മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ ആൻഡ് ഇറ്റ് ടേക്സ് എ വാല്യൂ 0. പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആയിരിക്കും. ആൻഡ് ദാറ്റ് ഓഫ് സൊല്യൂഷൻസിന്റെ കേസ് എടുത്താലോ, സൊല്യൂഷൻസ് പ്യുവർ വാട്ടറിലാണ് മാക്സിമം, സൊല്യൂഷൻസിൽ അതിൽ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് സൊല്യൂഷൻസിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -1, -2 എക്സെട്ര ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സോ ഇതാണ് വാട്ടർ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ. അതുപോലെ അത് എന്താണെന്ന് ഞാൻ സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് വെൻ കമ്പയർഡ് ടു പ്യുവർ വാട്ടർ കുറവായിരിക്കും എന്നാണ് മറ്റൊരു കാര്യം പറഞ്ഞത്. പിന്നെ ഇനി നമ്മൾ പറയാനുള്ളത്, ഒരു ഓസ്മോട്ടിക് സിസ്റ്റത്തിൽ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റിനെ ഈ വാട്ടർ പൊട്ടൻഷ്യൽ വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും. അതാണ് ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ 2 സൊല്യൂഷൻസ് അടങ്ങുന്ന ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. A system consists of 2 solutions which are separated by a semi-permeable membrane. Solution A and B. ഇവിടെ A സൈഡിൽ ഞാൻ പ്യുവർ വാട്ടറിനെയാണ് എടുക്കുന്നത്. ബിയിലാണെങ്കിൽ ഒരു പക്ക സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. അവിടെ സൊല്യൂട്ട് മോളിക്യൂൾസ് ഉണ്ട്. സോ ഇവിടെ ഈ സിസ്റ്റത്തിൽ വാട്ടർ മോളിക്യൂൾസ് എവിടുന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇപ്പൊ നമ്മള് ടോണിസിറ്റിയുടെ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റിന്റെയോ ബേസിസിൽ ഇതിനെ നമുക്കിപ്പോ ഈ മൂവ്മെന്റ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും എന്ന് നമുക്കിപ്പോ പറയാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പോഴും പ്യുവർ വാട്ടറിൽ നിന്നായിരിക്കും സൊല്യൂഷനിലേക്ക് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു. പ്യുവർ വാട്ടർ ആണ് എയിൽ എടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ദ മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ. സോ ഇവിടെയാണ് ഒരു വാട്ടർ പൊട്ടൻഷ്യൽ മാക്സിമം. അതിന്റെ വാല്യൂ ഞാൻ പറഞ്ഞിരുന്നു 0. ഇത് സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും 0യിൽ കുറവായിരിക്കും. അതിന് ഞാനിപ്പോ ഒരു വാല്യൂ കൊടുക്കുകയാണ് -2. വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഈ ഡയറക്ഷനിലാണെന്ന് നമ്മൾ വേറെ സാഹചര്യം വെച്ച് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ വാട്ടർ പൊട്ടൻഷ്യലിന്റെ ടേംസിൽ ഇതിനെ പറഞ്ഞാൽ എങ്ങനെ പറയാൻ സാധിക്കും നമുക്ക്? ഹൗ ക്യാൻ വി ഡിഫൈൻ? വാട്ടർ മോളിക്യൂൾസ് വിൽ ഓൾവേസ് മൂവ് ഫ്രം എ റീജിയൻ ഓഫ്
higher water potential to a region of lower water potential. ഇങ്ങനെയാണ് നമുക്ക് വാട്ടർ പൊട്ടൻഷ്യലിന്റെ ടേംസിൽ ആ സിസ്റ്റത്തിലെ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾസ് വാട്ടർ പൊട്ടൻഷ്യലിന്റെ ടേംസിൽ സിസ്റ്റത്തിൽ മൂവ് ചെയ്യുക. സോ ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് components of water potential. Components means simply water potential influence ചെയ്യുന്ന factors. ഒന്നാമത്തെ ഫാക്ടർ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ പറയാൻ സാധിക്കും. വാട്ടർ പൊട്ടൻഷ്യലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഒരു സിസ്റ്റത്തിൽ വാട്ടർ മോളിക്യൂൾസ് മാത്രമുള്ള സൈഡിൽ മാക്സിമം, which means പ്യൂർ വാട്ടറിന് മാക്സിമം പൊട്ടൻഷ്യൽ ആയിരിക്കും. when we add some solute to it എന്ത് സംഭവിക്കും? വാട്ടർ പൊട്ടൻഷ്യൽ കുറയുമെന്ന് പറഞ്ഞു. സോ solute പൊട്ടൻഷ്യൽ ആണ് ഒന്നാമത്തെ ഫാക്ടർ. solute potential or psi s. അതെങ്ങനെ വാട്ടർ പൊട്ടൻഷ്യലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. when solute potential increases, water potential decreases. ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ ആണ് പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെയാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ ഒരു സിസ്റ്റം എടുക്കുകയാണ്. ഇവിടെ നേരത്തെ സിസ്റ്റം ഞാൻ തുടച്ചു കളഞ്ഞു, അതുകൊണ്ട് വീണ്ടും വരികയാണ്. സിസ്റ്റം എ ആൻഡ് ബി. ഇവിടെ ഒരു കാര്യം, ഞാനിപ്പോൾ രണ്ട് സൈഡിലും പ്യുവർ വാട്ടറിനെയാണ് എടുത്തിരിക്കുന്നത്. എയും ബിയും പ്യുവർ വാട്ടറാണ്. അപ്പൊ ഇതിന്റെ സിസ്റ്റം രണ്ട് സൊല്യൂഷൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒറ്റ ഒരു സൊല്യൂഷൻ ആയിട്ട് അതിട്ട് ഉള്ളൂ. സെമി പെർമിബിൾ മെംബ്രെയിൻ ഉണ്ട്. ഞാൻ ബിയിലേക്ക് കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണ്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ സെമി പെർമിബിൾ മെംബ്രെയിനിലേക്ക് കൂടെ കടന്നു പോകാൻ സാധിക്കാത്ത പാർട്ടിക്കിൾ സൈസ് ഉള്ള സൊല്യൂട്ടിനെ ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അല്ലെങ്കിൽ സൊല്യൂട്ട് മോളിക്യൂൾസ് ഡിഫ്യൂഷൻ സംഭവിച്ച് കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിലാവും. ഇവിടെ ആ സൊല്യൂട്ട് മോളിക്യൂൾസ് ഈ മെംബ്രെയിനിൽ കൂടെ കടന്നു പോകാത്തത് കാരണം ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ രണ്ട് സൈഡിൽ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടാവും. സൊല്യൂട്ട്സിന് ഇപ്പുറത്തോട്ട് വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വാട്ടർ മോളിക്യൂൾസ് എയിൽ നിന്ന് ബിയിലോട്ട് പോകും. എന്തിനാ? കോൺസെൻട്രേഷനെ ഈക്വൽ ആക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ സൊല്യൂട്ടിനെ ആഡ് ചെയ്തു. സൊല്യൂട്ട് ആസ് എ റിസൾട്ട് എയിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്ത് ബിയിലേക്ക് പോകും. കണ്ടോ? വാട്ടർ മോളിക്യൂൾസ് ബിയിലേക്ക് പോയി. ഇവിടെ ഈ പ്രോസസ്സ് നാച്ചുറലി സംഭവിക്കാൻ വേണ്ടി ഒരു നാച്ചുറൽ പ്രഷർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു. Here exists a pressure called osmotic pressure. Okay. അപ്പൊ ഈ ഓസ്മോട്ടിക് പ്രഷർ ഉള്ളത് കൊണ്ടാണ് മൂവ്മെന്റ് സംഭവിച്ചത്. ഇനി ഞാൻ ഈ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടിയ ഒരു പ്രഷർ ഇപ്പുറത്ത് ഈ സൈഡിൽ അപ്ലൈ ചെയ്താലേ പോസിറ്റീവ് പ്രഷറാണ്. പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അപ്ലൈ ചെയ്താൽ ദിസ് പ്രോസസ് വിൽ ബി റിവേഴ്സ്. ഈ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ് റിവേഴ്സ് ഡയറക്ഷൻ നടക്കും. അതായത് ഈ സൊല്യൂഷനിൽ നിന്നുള്ള വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ പ്യുവർ സോൾവെന്റിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ അതിനർത്ഥം ഇവിടെ ഞാനൊരു പ്രഷർ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് തിരിച്ച് സംഭവിച്ചു പറഞ്ഞു. അതിനർത്ഥം വാട്ടർ മോളിക്യൂൾസിന്റെ കേസിൽ നമുക്ക് മൂവ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു. ഫ്രം എ റീജിയൻ ഓഫ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു എ റീജിയൻ ഓഫ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പൊ മൂവ്മെന്റ് ഈ ഡയറക്ഷനിൽ സംഭവിച്ചു എന്ന് പറയുന്ന അർത്ഥം ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തു ഡ്യൂ ടു ദി ആപ്ലിക്കേഷൻ ഓഫ് എ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഇനി നമ്മൾ സാധാരണ നമ്മുടെ സെല്ലിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ കാണാൻ സാധിക്കും. സെല്ലകത്തോട്ട് വാട്ടർ മോളിക്യൂൾസ് എൻ്റർ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ടർഗർ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വാൾ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നമ്മുടെ എല്ലാ ബയോളജിക്കൽ സിസ്റ്റത്തിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ വാട്ടർ പൊട്ടൻഷ്യലിന്റെ അതിനുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്ന് വെച്ചാൽ when pressure potential increases, water potential will also increases. അടുത്ത ഫാക്ടർ ആണ് അല്ലെങ്കിൽ കമ്പോണന്റ് ആണ് ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ. ഈ ഗ്രാവിറ്റി പൊട്ടൻഷ്യലില് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. ഇൻഫ്ലുവൻസ് ഇല്ലെന്നല്ല, ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ പറഞ്ഞത്. അതിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ഇൻഫ്ലുവൻസേ ഉള്ളൂ. അത് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അർത്ഥം. സോ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. നമുക്ക് പറയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ടേമാണ്. ദാറ്റ് ഈസ് മെട്രിക് പൊട്ടൻഷ്യൽ. മെട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട്.
ഇപ്പൊ ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഇൻ ദ കേസ് ഓഫ് ഇംബൈബിഷൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വീണ്ടും ഒന്നുകൂടെ ഞാൻ പറയാം. ഇംബൈബിഷൻ പറയുമ്പോൾ ഇംബൈബിഷൻ എന്ന് പറയുന്നത് സിംപ്ലി എക്സോപ്ഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ബൈ ദി സെൽ വാൾ. സെൽ വാൾ വാട്ടർ മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ഇംബൈബിഷൻ. നമുക്ക് അറിയാം ഇംബൈബിഷൻ പല നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് ആ പ്രോസസ്. ഇപ്പൊ നമ്മുടെ വുഡൻ ഡോറൊക്കെ ഇല്ലേ, അതൊക്കെ ഈ റെയിനി സീസണിൽ കുറച്ച് സ്വെല്ല് ചെയ്ത് വന്നാൽ അവിടെ അത് നമുക്ക് ക്ലോസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെ ഇംബൈബിഷൻ എന്ന് പറഞ്ഞ പ്രോസസ് മൂലം സംഭവിക്കുന്നതാണ്. അപ്പൊ അവിടെ ആ സെല്ല് ഇങ്ങനെ ഇംബൈബിഷൻ മൂലം കുറച്ച് സ്വെല്ല് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് പ്രഷർ ഈസ് കോൾഡ് മെട്രിക് പൊട്ടൻഷ്യൽ. സോ ഇത് ഇംബൈബിഷൻ എല്ലാ സാഹചര്യത്തിലും സംഭവിക്കണമെന്നില്ലല്ലോ. സോ ഇത് ഓപ്ഷനിലാണ്. വാട്ടർ പൊട്ടൻഷ്യലിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെപ്പോഴും ഉണ്ടാവണമെന്നില്ല. സോ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു. ഇനി ഈ വാട്ടർ പൊട്ടൻഷ്യലിന് ഞാൻ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നാൽ വാട്ടർ പൊട്ടൻഷ്യൽ Ψw ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാൻ സാധിക്കും? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്ലസ് പ്രഷർ പൊട്ടൻഷ്യൽ പ്ലസ് ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ പ്ലസ് മെട്രിക് പൊട്ടൻഷ്യൽ. ശരിക്കും പറഞ്ഞാൽ ഈ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്രഷർ പൊട്ടൻഷ്യലേ ഉള്ളൂ ഇതിന്റെ ഫാക്ടേഴ്സ്. ഇതിനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് ഇരിക്കട്ടെ. സോ ഇത്രയുമാണ് വാട്ടർ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയാനുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ടേംസ്, കുറച്ച് ടേമുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന കാര്യം പറഞ്ഞു. അത് നമ്മുടെ ടേംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടേംസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെക്കാനിസം ഓഫ് അബ്സോർപ്ഷൻ ആണ്. തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ഇടും. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ വാച്ച് ചെയ്യുക, എങ്കിലേ ഈ ചാപ്റ്ററിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോകൾ തുടർച്ചയായി കിട്ടാൻ വേണ്ടി, നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ